Watch full episodes on Jio Hotstar. ചേടാ ഞാൻ ഫോട്ടോയല്ലേ എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ എന്താ ഇത് ചേടാ നമുക്കൊരു സെൽഫി എടുക്കാം നമ്മൾ നാടൊക്കെ ചുറ്റിക്കാണല്ലേ അവരെ ഒന്ന് കാണാനല്ലോ അവരെവിടെയാ പോയത് എന്റെ അമ്മോ പൊന്നു ചേട്ടാ നിങ്ങൾ ടെൻഷൻ ആവണ്ട ഒന്ന് പറയൂ പ്ലീസ് ഇവിടുത്തെ മനോഹരമായ സ്ഥലം ഏതാണ് എവിടെയാണ് ഈ നഗരത്തിൽ തന്നെ ഉണ്ടോ ആ നാച്ചുറൽ ബ്യൂട്ടി പറയൂ അത് റൊമാനിക്ക വില്ലേജ് ആണല്ലോ എന്റെ അമ്മ ഒരു വ്യത്യസ്ത പേരാണല്ലോ റൊമാനിക്ക വില്ലേജ് ഒരു സുന്ദരമായ സ്ഥലമാണ് പക്ഷെ അവിടെ മാത്രം പോരുത് എന്തേ അവിടെ ഭൂതമുണ്ട് ഒത്തിരി അധികം ഭൂതങ്ങളുണ്ട് ഓ അത് ശരി ഭൂതങ്ങളുണ്ടോ എന്റെ അമ്മോ എന്ത് ഭൂതങ്ങളുണ്ടെന്നോ ഇയാൾക്കെന്ത് പറ്റി യെസ് നമ്മൾ വിചാരിച്ച പോലെ തന്നെ നമ്മൾ എത്തിച്ചേർന്നു നമ്മൾ ഇതിനു വേണ്ടിയല്ലേ കാത്തിരുന്നത് ക്യാപ്റ്റൻ ക്ലോഡിയസ് ക്യാപ്റ്റൻ ക്ലോഡിയസ് ക്യാപ്റ്റൻ ക്ലോഡിയസ് ക്യാപ്റ്റൻ ക്ലോഡിയസ് ക്യാപ്റ്റൻ ക്ലോഡിയസ് ബോസ് നമ്മൾ കരയിലേക്ക് എത്താറായി ഇനി നമ്മൾ കുറച്ചു നേരം കൂടി കാത്തു നിന്നാൽ മതി ഇനി എനിക്ക് കൂടുതൽ കാത്തിരിക്കാൻ പറ്റില്ല ആ ട്രീ നമുക്ക് സ്വന്തമായിട്ട് തകർക്കാൻ സാധിക്കില്ല പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ കർമ്മം മുഴുവൻ സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ കൂടെ തന്നെ ആ ട്രീയും നശിച്ചു പോകും എക്സ്പ്ലോസിവ്സ് കൊണ്ട് നിറഞ്ഞ ഷിപ്പ് ഈ ഷിപ്പിനെ ബ്ലാസ്റ്റ് ചെയ്യിച്ച് സെയിന്റ് പീറ്റേഴ്സ്ബർഗ് തന്നെ നശിപ്പിച്ചു കളയും ഇനി സിറ്റിയും ഉണ്ടാവില്ല ഇനി ആ ട്രീയും ഉണ്ടാവില്ല ഓം ഹ്രീം ഹൈം ശ്രീം ഹൈം ഹോരാ ഹീരോയോ ദോമൈനോ അതോയോ ലാലോ എന്താ ഇത് ഷിപ്പ് എന്താ ഇത്രയും വേഗത്തിൽ മുമ്പോട്ട് പോകുന്നത് എന്താ ഒന്നും ചെയ്യാതെ ഷിപ്പ് ഇത്രയും വേഗത്തിൽ മുമ്പോട്ട് പോകുന്നത് അയ്യോ ഷിപ്പിന് എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ അല്ല ഈ
ഷിപ്പ് എന്തിനാ ഇത്ര വേഗം ഓടിച്ചോണ്ട് പോണ? നിർത്ത്. ബ്രിഡ്ജ് തുറക്കാൻ ഇനി അരമണിക്കൂറുണ്ടല്ലോ. ഷിപ്പ് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സാർ. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഔട്ട് ഓഫ് കൺട്രോളിലാണ്. Hey, what do you mean by out of control? മുഴുവൻ ഷിപ്പും ആർമിയുടെ ന്യൂക്ലിയർ എക്സ്പ്ലോസീവ്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അത് ആ ബ്രിഡ്ജിൽ പോയി ഇടിച്ചാൽ മുഴുവൻ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് തകർന്ന് തരിപ്പണമാകും. ഹലോ, കൺട്രോൾ റൂം. ബ്രിഡ്ജ് എത്രയും പെട്ടെന്ന് തുറക്കണം. ഷിപ്പ് ഔട്ട് ഓഫ് കൺട്രോളിലാണ്. എത്രയും പെട്ടെന്ന് തന്നെ വേണം. ഹറിയാം. എന്താ? ഓ നോ ഐ കാണ്ട്. ബ്രിഡ്ജ് എന്നെ കൊണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ബ്രിഡ്ജിലാണെങ്കിൽ ഒരുപാട് ട്രാഫിക് ഉണ്ടെന്നേ. എന്താ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഐ റിപ്പീറ്റ്, ബ്രിഡ്ജ് ഒന്ന് ഓപ്പൺ ചെയ്യണം എത്രയും പെട്ടെന്ന്. ക്ലിയർ യുവർ ബ്രിഡ്ജ്. എല്ലാവരും ബ്രിഡ്ജിൽ നിന്ന് പോകണം. അയ്യോ എല്ലാരും ഓടിക്കോ. കപ്പൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബ്രിഡ്ജിന് നേരെ ഓടിക്കോ. രക്ഷപ്പെട്ടോളൂ. വേഗം. എന്റെ പൊന്നേ. എല്ലാവരും പോകണം. സംഭവിക്കുന്നത് എവിടെ? വേഗം വരൂ. ഇവിടെ എല്ലാവരുടെ ജീവനും ആപത്തിലാണ്. അയ്യോ മുഴുവൻ ട്രാഫിക് ആയല്ലോ. നീ ഇപ്പൊ എങ്ങനെ പോവാനാ? ഒന്നും മനസ്സിലാവുന്നില്ല. മോട്ടു അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇങ്ങോട്ട് വന്നിട്ട് എന്താണ് കാര്യം? അങ്ങോട്ടൊന്ന് നോക്കിയേ. ആ ഷിപ്പ് ഒന്ന് നോക്ക്. ഇപ്പൊ തന്നെ നിർത്താൻ വലിയേട്ടാ. അതെ മോട്ടു, നീ എങ്ങോട്ടാണ് പോകുന്നത്? അതെ മോട്ടു, ഈ കാറ്റിലൂടെ നീ എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? എന്നെ ഒന്ന് പോകാൻ അനുവദിക്കൂ. എനിക്കിപ്പോ നമ്മൾ താഴേക്ക് വീഴുന്നുള്ള തോന്നുന്നത്. ചേട്ടാ, ഇപ്പൊ വേറെ വഴിയില്ല. ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്യണം. ഓ അവർ രണ്ടുപേരും എങ്ങോട്ടാ പോയത്? സംഭവിക്കുന്നത് ഓ നോ, ആ ഷിപ്പ് ഇങ്ങോട്ടാ വരുന്നത്. വേഗത്തിൽ കപ്പൽ അടുത്തേക്ക് വരുന്നു. ദേ അങ്ങോട്ട് നോക്കി. ഇതാരാ? എങ്ങനെയാ ഇവരീ പറക്കണേ? പൊളിച്ചെടുത്തല്ല, അത് മോട്ടു പത്ലു നമ്മുടെ സൂപ്പർ ഹീറോസ് അല്ലേ? ആഹാ, ഇതാരാ? ഈ വെള്ളത്തിന്റെ പുറത്തോടെ ഇങ്ങനെ പറന്നു വരുന്നവര്? എന്റെ കൈ വഴുതി പോവാണല്ലോ. രക്ഷിക്കണേ പത്ലു. മോട്ടു, നീ എന്താ ചെയ്യുന്നത്? നീ ഇട്ടിരിക്കുന്നത് പവർ സൂട്ടാണ്. എന്താ മറന്നുപോയോ? സോറി. ഹായ് ക്യാപ്റ്റൻ, ഞങ്ങൾ മോട്ടു പത്ലു ആണ്. ക്യാപ്റ്റൻ, ഈ ഷിപ്പ് എന്തുകൊണ്ടാണ് നിൽക്കാത്തത്? ഔട്ട് ഓഫ് കൺട്രോൾ ആയിരിക്കുക. ഞങ്ങൾ ഒത്തിരി അധികം ശ്രമിച്ചു, പക്ഷെ ഒട്ടും നിൽക്കുന്നില്ല. ഇത് നിർത്താനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഇത് ഫുൾ ഓഫ് എക്സ്പ്ലോസീവ്സ് ആണ്. ഇത് ഇടിച്ചിട്ടുണ്ടെങ്കിൽ മുഴുവൻ സെയിന്റ് പീറ്റേഴ്സ്ബർഗ് തന്നെ തകർന്ന് തരിപ്പണമാകും. വാ മോട്ടു, പോകാം. അയ്യോ, ഈ ഷിപ്പ് വീണ്ടും സ്പീഡിൽ പോകാൻ തുടങ്ങിയല്ലോ. അയ്യോ, ഓ എന്റെ പത്ലു, ഇതിനെ നിർത്താൻ പറ്റുന്നില്ലല്ലോ. നിക്ക് മോട്ടു, എന്റെ കയ്യിൽ പ്ലാൻ ബി ഉണ്ട്. ക്യാപ്റ്റൻ, നിങ്ങൾ ഡെക്കിലേക്ക് പോയി കാര്യങ്ങൾ നോക്ക്. ഓക്കേ ഓക്കേ. മോട്ടു, നീ താഴേക്ക് പോയി എന്തെങ്കിലും ചെയ്യേ. പത്ലു, Done.
ഷിപ്പ് ഇടത വശത്തോട്ട് തിരിക്കുക. മാറ് മാറ്, ഞാൻ ചെയ്യട്ടെ. ഇങ്ങനെ ഓ മൈ ഗോഡ്, എല്ലാവരും താഴേക്ക് കുനിഞ്ഞു നിൽക്കൂ. എന്റെ പത്തലോ ഷിപ്പിന് നിർത്താൻ പറ്റുന്നില്ലല്ലോ. എന്ത്? ആരെങ്കിലും ഷിപ്പ് ഒന്ന് നിർത്തി വെക്കൂ, please. അതിനെ വിളിച്ചോ. രക്ഷിക്കണേ, രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഷിപ്പ് അവരെ രക്ഷപ്പെടുത്തി, തിരിച്ചു നിർത്തി. ഒരു കുഴപ്പമില്ല. താങ്ക് യു. പൊളിച്ചെടുത്തല്ലോ. ഷിപ്പ് തകരാതെ നമ്മളെല്ലാം രക്ഷപ്പെട്ടു. ഇഷ്ടപ്പെട്ടു. താങ്ക് യു മോട്ടർ പത്ലു. ഇനിയിപ്പം ഞങ്ങളുടെ കയ്യിൽ എഞ്ചിൻ ശരിയാക്കാനായിട്ട് ഒത്തിരി സമയം മോട്ടർ. അവര് രണ്ടുപേരും എന്റെ മുഴുവൻ പ്ലാനും നശിപ്പിച്ചു കളഞ്ഞു. നിങ്ങൾ എത്ര വലിയ ശക്തിമാനാണല്ലോ. നിങ്ങൾ എന്താ ട്രീ പോയിട്ട് തന്നെ അങ്ങോട്ട് നശിപ്പിക്കാത്ത? വേണ്ട, എനിക്ക് ആന്റോണിയോ ചെയ്യുന്ന പോലെ വിഡ്ഢിത്തരം എനിക്ക് ചെയ്യണ്ട. ഒരു പ്രാവശ്യം ആന്റോണിയോ ട്രീ പറിക്കാനായിട്ട് പോയി. പക്ഷേ അവിടെ ചെന്നപ്പോ ട്രീ അവനെ പിടിച്ച് കെട്ടിയിട്ടു. ആന്റോണിയോയുടെ ഗോസ്ലി പവർ കുറച്ച് സമയത്തേക്ക് വലിച്ചെടുത്തു. ഇപ്പൊ അവൻ ഒരു സാധാരണ മനുഷ്യനായിട്ടാ ജീവിക്കുന്നേ. അവൻ ഗോസ്റ്റാണ്, പക്ഷേ വിതൗട്ട് എനി പവേഴ്സ്. ഇപ്പൊ അവൻ ഒരു നിസ്സഹായ ജീവിതമാണ് ജീവിക്കുന്നത്. ഒരു വഴിയുണ്ട്. ഇനിയിപ്പോ ഏതെങ്കിലും വ്യക്തി അവരുടെ ഇഷ്ടപ്രകാരം എന്നെ സഹായിക്കാൻ തയ്യാറാകുകയാണെങ്കിൽ അപ്പൊ എനിക്ക് ഗുണമുണ്ടാവും. കാരണം ട്രീ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കില്ല. അങ്ങനെ വരുമ്പോ ഞാൻ അവനെ മാത്രമേ ഈ ജോലിക്ക് ഉപയോഗിക്കൂ. എന്റെ ഈ പ്ലാൻ നശിപ്പിച്ചവനെ. ഓ ക്യാപ്റ്റൻ ക്ലോഡിയസ്, ഏലിയൻ പ്ലാനറ്റ് മൊത്തത്തിൽ നമ്മുടെ കൺട്രോളിലല്ലേ ഉള്ളത്. പിന്നെ നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വരൂ, നമുക്ക് അവിടെ ചെന്ന് ആ പ്ലാനറ്റ് ഭരിക്കാലോ. അവിടുത്തെ ശരിക്കുമുള്ള സുപ്രീം ലീഡർ വോൾട്ടർ ആണ്. അവനെ നശിപ്പിച്ചാൽ മാത്രമേ എന്റെ രാജ്യം അവിടെ നടക്കൂ.
ഭാഗ്യം എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലേ. സുപ്രീമോ വാൾട്ടർ, വല്ലതും മനസ്സിലായോ? നമ്മൾ എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത്? ക്ലോഡിയസിനെ നശിപ്പിക്കാനായി എന്തെങ്കിലും ഒരു നല്ല വഴി കണ്ടുപിടിക്കുന്നത് വരെയെങ്കിലും നമ്മൾ ഇവിടെ തന്നെ സുരക്ഷിതമായിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ അടുത്ത് ഈ ട്രീ ഓഫ് എനർജി ഉണ്ട്. അതാണ് നമ്മളെ ക്ലോഡിയസിൽ നിന്നും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ലോഡിയസും പിന്നെ അദ്ദേഹത്തിന്റെ കൂട്ടരും ഇതിന്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ അവരുടെ എല്ലാ പവറുകളും മൊത്തത്തിൽ നശിച്ചു പോകുന്നതാണ്. റുമേനിയ നഗരത്ത് പ്രേതമുണ്ടെന്ന് നമ്മുടെ ചങ്കായ ചിങ്കം സാരം പറഞ്ഞല്ലോ. വരൂ, അവിടെ പോയി നോക്കാം. പ്രേതം എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് അറിയണ്ടേ. അതെ അതെ ശരിയാ, പ്രേതം. എന്റെ അമ്മ പ്രേതം. എനിക്ക് പേടിയാവുന്നു. വേണ്ട, നമുക്ക് തിരിച്ചു പോകാം. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നത്? നമ്മൾക്ക് റുമേനിയയിലേക്ക് പോകണ്ടേ? വരൂ, റുമേനിയ നഗരത്തിലെ പ്രേതത്തിനെ കണ്ടിട്ട് വരാം. വരൂ വരൂ. എനിക്ക് പേടിയാവുന്നു. സുപ്രീമോ വോൾട്ടർ, ചില മനുഷ്യർ ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ പോയിട്ട് അവരെ നമുക്ക് അങ്ങോട്ട് നിർത്താം. അവരെ തടുത്തു നിർത്തണ്ട, അവരിങ്ങോട്ട് വന്നോട്ടെ. വരുന്നവരാരാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണ്ടേ. ഈ നാട് നല്ല ഭംഗിയുണ്ടല്ലോ. അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാകൂ സുപ്രീമോ വോൾട്ടർ. അവർ ഒരുപക്ഷെ ക്ലോഡിയസിന്റെ ആൾക്കാരായിരിക്കും. ക്ലോഡിയസിന്റെ ആൾക്കാർ എന്റെ അച്ഛനെയും അമ്മയെയും ഏലിയൻ പ്ലാനറ്റിൽ ബന്ധിതരാക്കിയിരിക്കുകയാണ്. അവരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. എലീനോ പറയണത് ശരിയാ. ചിലപ്പോ പറയുന്നത് വാസ്തവമായിരിക്കും. ആദ്യ ക്ലോഡിയസിന്റെ ആൾക്കാർ തന്നെ ആയിരിക്കും. നമുക്ക് ആദ്യം അവർ ക്ലോഡിയസിന്റെ ആളുകളാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുവരെ അവരെ ആരും തന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ ഉത്തരവ് തരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. അല്ല, ഇത് എത്ര വലിയ വീടുകളോ! അങ്ങനെ റൊമാനിക്കായിലേക്ക് എത്തിക്കഴിഞ്ഞു. എന്റെ അമ്മോ, ഗുഡ് മോർണിംഗ് എവരിബഡി. പേടിയാവുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. പറയൂ, എന്താണ് ഇങ്ങോട്ടേക്ക് വന്നത്? ഞങ്ങളോട് ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഭൂതം ഉണ്ടെന്നുള്ള കാര്യം. ഞങ്ങൾ അതിനെ കാണാൻ വേണ്ടി വന്നതാ. ഭൂതോ? ഇല്ല 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 ഇല്ല, ഇവിടെ ഭൂതവും പിശാചും അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ കർഷകരാണ്. ഓരോരുത്തരും ഓരോ നുണ പറഞ്ഞിങ്ങനെ പരത്തുന്നതാണ്. അതെ, ഞങ്ങളും അത് തന്നെയായിരുന്നു പറഞ്ഞത്. ഈ ഭൂതങ്ങളൊന്നും ഇല്ലെന്ന്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഇവിടെ ഭൂതവും പിശാചും അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ എല്ലാരും കുറെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെയാണ്. ആ പൂട്ടിയിട്ട വീട്ടിനകത്ത് പയ്യൻ എങ്ങനെ കയറി? ഓക്കെ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഇത് മോട്ടോ ആണ്. പിന്നെ ഞാൻ പത്തലു. പിന്നെ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്നാ. ഇൻസ്പെക്ടർ. അങ്ങനെയാണല്ലേ? എനിക്ക് തോന്നുന്നത് ആ കുട്ടി എന്നെ കണ്ണുപൊത്തി കളിക്കാൻ വിളിച്ചതായിരിക്കണം. പോയോ? അല്ല, കുട്ടി എവിടെ? ആരാണ്? ഹലോ കുട്ടി, നീ എവിടെയാ ഉള്ളത്? മോനെ, മോനെ, നീ എവിടെയാ?
പിന്നെ ആ ഗ്ലോഡിയസ് അല്ലേ അയച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് പറഞ്ഞോ, ഗ്ലോഡിയസ് എവിടെയാണുള്ളത്? ഗ്ലോഡിയസ്? അതാരാണ് ഈ ഗ്ലോഡിയസ്? എനിക്കൊന്നും അറിയില്ല അവനെ കുറിച്ച്. അറിയില്ലെന്നേ. നിനക്കറിയില്ലെന്നോ? ഞാനിപ്പോ നിന്നെ എന്താ ചെയ്യാന്നറിയോ? എടാ മോനെ, നീ ഇത് എന്ത് പണിയായി കാണിക്കുന്നത്? രക്ഷിക്കണേ എടാ മോനെ. എന്റെ അമ്മോ, എന്റെ അമ്മോ. എനിക്ക് തോന്നുന്നു അപ്പൊ ഇവിടെ ശരിക്കും ഭൂതമുണ്ട്. ഞാൻ ആരോടും ഇത് പറയാൻ പോകുന്നില്ല. ഇത്തിരി പോകുന്ന ഒരു കുട്ടിയുടെ തല്ല് മേടിച്ച കാര്യം എല്ലാവരും എന്നെ പിന്നെ കളിയാക്കും. ചേട്ടാ, എന്റെ ചങ്കയുടെ ബ്രോ മോട്ടു, നിനക്ക് എന്ത് പറ്റി? കാല് വേദനിക്കുന്നുണ്ടോ? എന്തിനാ അങ്ങനെ ഞൊണ്ടി ഞൊണ്ടി വരുന്നത്? ചേട്ടാ, എന്റെ ചങ്കയുടെ ബ്രോ മോട്ടു, ഇത് എന്ത് പറ്റി? ഒന്നും സംഭവിച്ചില്ലല്ലോ, ഒന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നല്ലേ? നീ അകത്തേക്ക് പോയിരുന്നല്ലോ, എന്താ സംഭവിച്ചകത്തെ? ശരി, ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. അതായത് അകത്ത് എന്താണ് സംഭവിച്ചതെന്ന്. എന്റെ അമ്മോ, മോട്ടു കുറെ മധുരപലഹാരം കഴിച്ചു എന്ന് തോന്നുന്നു. വയറ് ഫുള്ളായത് കൊണ്ട് ചിലപ്പോ ഇയാൾക്ക് പറയാൻ ബുദ്ധിമുട്ട് കാണും. ഇവന് ശരിക്കും വാ തുറക്കാൻ കഴിയുന്നില്ല, കണ്ടില്ലേ? എന്റെ അമ്മോ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതെ അതെ, ചെല്ല് ചെല്ല്, നിങ്ങൾ എല്ലാവരും അകത്തോട്ട് ചെല്ല്. എന്നിട്ട് വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് വരൂ. ചെല്ല്. ഞങ്ങൾ ഇവിടെ കുറെ കൊല്ലങ്ങളായിട്ട് ഇവരെല്ലാം എങ്ങോട്ടാ പോകുന്നത്? രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഉമ്മാരൊക്കെ ചേർന്ന് എന്നെ കളിയാക്കിയേനെ. ഞങ്ങളെത്തി. എവിടെ ലഡു? എവിടെ? ആരെയും കാണുന്നില്ലല്ലോ. അപ്പൊ ലഡു വേണം അല്ലേ? അതെ, ഞങ്ങൾക്ക് എങ്കി ഇന്നാ പിടിച്ചോ പലഹാരം. എന്റെ പത്തിലോ വണ്ടിയിലോട്ട് കേറി വേഗം. വീണ്ടും എന്തിനാ അങ്ങോട്ട് പോകുന്നത്? പറയാം, ആദ്യം നമുക്ക് ഇവിടുന്ന് എങ്ങനെയാലും രക്ഷപ്പെടണം. അതെ, നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞാലേ അവരെ ഒന്നും ചെയ്യരുതെന്ന്. നിങ്ങൾ എല്ലാരും കൂടി ചേർന്ന് അവരെ പേടിപ്പിച്ച് ഓടിച്ചു വിട്ടു. ഇപ്പൊ അവരാരാ എന്താന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക? നിക്കൂ, ഞാൻ നോക്കട്ടെ. അവര് തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അത് ഞാനൊന്ന് കേട്ടു നോക്കട്ടെ. ഇതെങ്ങോട്ടാ ഓടുന്നത്? പൊളിച്ചെടുത്തല്ലോ, ഭൂതം അവിടെ ഉണ്ടെന്നേ. അതെ, ഭൂതം അവിടെ തന്നെ ഉണ്ടെന്നേ. ശരിക്കും പ്രേതപിശാചൊക്കെ ഉണ്ട്. അതേ പത്തിലോ, ഭൂതം ഉണ്ട് കേട്ടോ. ഒരു ദൈവദാക്ഷിണ്യവും ഇല്ലാതെയാണ് തല്ലിയത്. വളച്ചു വളച്ചടിച്ചു, കുരിച്ചു നിർത്തി ഇടിച്ചു. ഇതെങ്ങനെയാ സാധിക്കുക? ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. വാ, നമുക്ക് വീണ്ടും പോയി നോക്കിയിട്ട് വരാം. എനിക്കിപ്പോ തിരിച്ചു പോയി കാണണമെന്നില്ല. ഇല്ല, അവരെ വീണ്ടും ഇങ്ങോട്ടേക്ക് വരാൻ സമ്മതിക്കരുത്. നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ആർത്രോ, പാനിറ്റോ, നിങ്ങൾ നിങ്ങളുടെ രൂപത്തിലേക്ക് മാറൂ. അതിനുള്ള സമയമായിരിക്കുന്നു.
ഇനി എന്റെ ഊഴം. മോട്ടു, ഇത് ശരിക്കുള്ള മുയലല്ല. ആരോ നമ്മളെ പേടിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ബൈ ബൈ കൂട്ടുകാരെ. അയ്യോ, ആദ്യം മേളിൽ നിന്ന് താഴെ, ഇപ്പൊ താഴെ നിന്ന് മേളിലേക്കാണോ? അയ്യോ, ഇതെന്തായിരുന്നു മോട്ടു? പത്തുലു, വേഗം വരൂ. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. നമുക്ക് ഇവിടെ എങ്ങാനും സമൂസ കിട്ടുമോ നോക്കിയിട്ട് അത് കഴിക്കാം. ഇല്ല, ഇപ്പോൾ നമ്മൾ ഒന്നും കഴിക്കില്ല. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കണം ഇവിടെ ഭൂതമുണ്ടോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ ഇവർ നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി വല്ല യന്ത്രം ഉപയോഗിക്കുകയാണോ എന്ന്. സമൂസേ, 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 മോട്ടു, സമൂസേ, സമൂസേ, അതെ, മോട്ടു, നീ ഇത് സമൂസേ, ചെയ്യുന്നത്. സമൂസേ. എനിക്കൊന്നും കേക്കണ്ടായേ. എനിക്ക് വിശക്കുന്നു. ഞാൻ പോവുക സമൂസ അന്വേഷിച്ച്. ശരി, നീ സമൂസയുടെ കടയുണ്ടോ നോക്ക്. ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവാം. എടോ, 10 അന്വേഷിക്കാൻ തുടങ്ങിയ പിന്നെ മുകളിലുള്ളവന്റെ ജാതകം വരെ നമുക്ക് കിട്ടും. പിന്നെ എന്തുകൊണ്ടാ സമൂസ മാത്രം കിട്ടാത്തത്? ഞാനും പോവുക സമൂസ അന്വേഷിക്കാൻ. സമൂസേ, ഇയാളാണ് എന്റെ പ്ലാൻ നശിപ്പിച്ചത്. താങ്ക് യു സോ മച്ച്. എനിക്ക് ആപ്പിൾ 1 കിലോ തരൂ. എനിക്ക് ഈ മനുഷ്യനെ എന്റെ ജോലിക്കായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. വല്ലാണ്ട് വിശക്കുന്നല്ലോ. ഇനിയിപ്പൊ ഞാൻ ഇയാളെ കൊണ്ട് മാത്രമേ എന്റെ ജോലികൾ ചെയ്യിക്കൂ. Oh, hi. I am Claudius. I am Motu. നിങ്ങൾ കുറച്ചു നേരമായിട്ട് എന്താണ് തേടുന്നത്? അത് പിന്നെ ഗ്ലോഡിയസ് ചേട്ടാ, എനിക്ക് ഇന്ന് നോക്കി വല്ലാണ്ട് വിശക്കുന്നു. അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുക ഇവിടെ വല്ല നല്ല സമോസയും കിട്ടുമെന്ന്. നല്ല രസമായിരിക്കും. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഏത് ടൈപ്പുള്ള സമോസയാണ് ഇഷ്ടം? എനിക്ക് നിങ്ങളെ ശരിക്കും സമോസ കഴിപ്പിക്കാൻ സാധിക്കും. സമൂസേ, എന്റെ വലിയേട്ടാ, ഞാൻ ചായക്കട ചേട്ടന്റെ കടയിലെ സമൂസയെ കഴിക്കൂ. ഇതിന് പകരമായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് എന്താണ് ചെയ്തു തരേണ്ടത് പറഞ്ഞാ മതി. ഓ, അത് ശരി, സത്യമാണോ? അപ്പൊ ഞാൻ നിങ്ങളോട് എന്ത് ആവശ്യപ്പെട്ടാലും നിങ്ങൾ അത് ചെയ്തു തരും? ആ, തീർച്ചയായും. പക്ഷെ നിങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ചായക്കട ചേട്ടന്റെ സമൂസ വാങ്ങിത്താ. ആഹാ, തീർച്ചയായിട്ടും. വാസ്തവത്തിൽ ഞാൻ പരിസരം വൃത്തിയാക്കുന്ന ജോലിയാണ് ചെയ്യാറുള്ളത്. എനിക്ക് സത്യം പറഞ്ഞ ഈ മുഴുവൻ ഗ്രാമം സൂപ്പറായിട്ട് വൃത്തിയാക്കണം. ഇനിയിപ്പോ നിങ്ങൾ ഈ എഗ്രിമെന്റിൽ ഒന്ന് ഒപ്പിട്ട് തന്നാൽ ആ ചായക്കാരന്റെ അടുത്തു നിന്നുള്ള സമോസ നിങ്ങൾക്ക് ഞാൻ തീർച്ചയായിട്ടും വാങ്ങിത്തരാം. അതെ. ഓഹോ, ഇതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സോറി, ഞാൻ ഇപ്പൊ തന്നെ എഴുതി തന്നേക്കാം. ഇതാ കഴിഞ്ഞു. ഇത് നോക്കൂ, ഇതിൽ എഴുതിയിരിക്കുകയാണ്, ഞാൻ മോട്ടു എന്റെ പൂർണ്ണ ബോധത്തോടെ ഞാൻ സമ്മതിക്കുന്നു. അതായത് ഞാൻ സമോസ കഴിച്ചതിന് ശേഷം ഞാൻ ക്ലോഡിസ് ചേട്ടന്റെ എല്ലാ ജോലികളും ചെയ്തു തീർക്കും. വൃത്തിയാക്കുന്ന പദ്ധതിയിൽ ഞാൻ അദ്ദേഹത്തെ മുഴുവൻ മനസ്സോടെ സഹായിച്ചിരിക്കും. എഗ്രിമെന്റ് ഓർത്തിരിക്കണം. ഓക്കെ, സയന്റിസ്റ്റ് പറയുന്നത് പോലെ കേൾക്കൂ. പക്ഷെ ഞാൻ ആദ്യം സമൂസ കഴിക്കട്ടെ. സമൂസേ, 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 സമൂസേ. യെസ്.
ഇനിയിപ്പൊ നിങ്ങൾക്ക് ചായക്കാരൻ ചേട്ടന്റെ സമോസ കഴിക്കണം അല്ലേ? ഇപ്പൊ വാങ്ങിച്ചു തരാം നിങ്ങൾക്ക്. ആ ചായക്കാരൻ ചേട്ടൻ ഉള്ളത് എവിടെയാണ്? ആ കടയൊക്കെ ന്യൂ മോഡേൺ സിറ്റി ഇന്ത്യയിലാണുള്ളത്. എന്താ പറഞ്ഞ? ന്യൂ മോഡേൺ സിറ്റി ഫ്രം ഇന്ത്യ? ഈ കാലാവസ്ഥ എന്ത് മനോഹരമാണ്. ചേട്ടാ, എനിക്ക് ഒരു സമൂസ വേണം. ഇനിയിപ്പോ എവിടെ പോയി? അയാൾ എവിടേക്ക് ഓടിപ്പോയത്? പോകാം, പോകാം. ഈ മനോഹരമായ കാലാവസ്ഥ എന്ത് രസമാ. മനുഷ്യന്മാർക്ക് സമോസ കഴിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് സമോസകൾ അയ്യോ അയ്യോ അയ്യോ, ഞാനിപ്പോ എവിടെ വന്നിരിക്കണേ ചേട്ടാ? എന്റെ ന്യൂ മോഡേൺ സിറ്റി എവിടെ പോയി? ഈ വലിയ വലിയ ബിൽഡിങ്ങുകൾ എവിടുന്നാ വന്നേ? ഞാൻ ഏതെങ്കിലും സ്വപ്നം കണ്ടോണ്ടിരിക്കുവാടാ. എന്നാ നോക്കൂ, ഇങ്ങോട്ട് നോക്കൂ. നിങ്ങൾ പറഞ്ഞ ചായക്കാരൻ ചേട്ടൻ. ഞാനെന്റെ മോഡേൺ സിറ്റിയിലായിരുന്നു. എന്റെ കടയിൽ ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു, സമോസ ഉണ്ടാക്കുമായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാനിവിടെ എങ്ങനെയാ വന്നേ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തന്നെ. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നിങ്ങളായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും നിങ്ങൾ ഇങ്ങോട്ടേ കൊണ്ടുവന്നത്? ഇല്ല ഇല്ല, ഞാൻ സത്യം പറയാണ്. ഞാൻ മോഡേൺ സിറ്റിയിൽ തന്നെയായിരുന്നു ഉള്ളത്. അയ്യോ വേണ്ട 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 വേണ്ട, നിങ്ങൾ കരയരുത്. നിങ്ങളുടെ എന്ത് പ്രോബ്ലം ആണെങ്കിലും താനെ സോൾവ് ആയിക്കോളും. ഇദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ആദ്യം ഇയാൾക്ക് ചായയും സമോസയും കൊടുക്കും. ശരി ശരി, ഞാൻ ഇയാൾക്ക് ചായ സമോസ കൊടുത്തോളാം. സാറ് എങ്ങനെയാണല്ലോ എന്റെ വീട്ടിലേക്ക് എന്നെ കൊണ്ടാക്കിക്കണം. നമുക്ക് പോവാം. എന്നാ പിടിച്ചോ സമൂസേ. എപ്പോഴേ ഞാൻ ഈ യൂറോപ്പിലെത്തി. പക്ഷേ ഇന്നാണ് കുറെ സമൂസ കഴിച്ചതിന്റെ ഒരു സന്തോഷം കിട്ടിയത്. ശരി വരൂ മോട്ടോജി, ഇപ്പൊ നിങ്ങൾ പൊക്കോളൂ. എനിക്ക് ഇയാളുടെ പ്രോബ്ലം കൂടെ ഇരുന്ന് സോൾവ് ചെയ്യണം. അയ്യോ, ഈ മോട്ടോ അവിടെ പോയി. വേണ്ട വേണ്ട, മോട്ട് പോകണ്ട. നീ എന്നെ വിട്ടിട്ട് പോകണ്ട. വേണ്ട വേണ്ട, എന്നെ മോഡേൺ സിറ്റിയിലേക്ക് വിട്ടേക്കൂ മോട്ടോ. അത്രേ ഉള്ളൂ. മോട്ടോജി, നിങ്ങൾ പൊക്കോളൂ. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് ചെന്ന് പറയൂ. അതായത് നിങ്ങൾ വൃത്തിയാക്കുന്ന പദ്ധതിയിൽ നിങ്ങൾ ഭാഗമാകാൻ പോവുകയാണ്. ഇയാളെ ഞാൻ നോക്കിക്കോളാം. ഓക്കെ വലിയേട്ടാ, ഓക്കെ. നിങ്ങളുടെ ഈ പ്രോബ്ലം ഞങ്ങൾ സോൾവ് ചെയ്ത് തരാം. പിന്നെ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം. തന്നെ ഞാനാണ് ഇവിടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നോളം വരെ താൻ ഇവിടെ തന്നെ ഉണ്ടാവണം. എന്നിട്ട് ഇയാൾക്ക് സമോസ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കണം. ഞാൻ എപ്പോ വരെ വിചാരിക്കും താൻ പോകണമെന്ന്, അപ്പോൾ മാത്രമേ ഞാൻ നിന്നെ പറഞ്ഞു വിടുകയുള്ളൂ. അയ്യോ, ഇയാളെങ്ങനെ ഇപ്പൊ മാഞ്ഞു പോയത്? എവിടെ പോയി ചേട്ടാ? എവിടെ പോയി? ഇയാളെ ഭൂതമായിരുന്നു. പോലീസ് പോലീസ്. അതെ, ഇതെങ്ങനെയാ സംഭവിച്ചത്? ചായക്കാരൻ ഇവിടെ എത്തിയിരിക്കുന്നുണ്ടല്ലോ, കടകളും തുറന്നിട്ടുണ്ടല്ലോ. ഇത് തന്നെയാണ് ആ ചായക്കട ചേട്ടനും പറഞ്ഞത്. അദ്ദേഹം എങ്ങനെയാ ഇങ്ങോട്ട് എത്തിയതെന്ന് എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. മോട്ടു, നീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ സത്യമായിട്ടും ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. അതെ, വാ നമുക്ക് പോയി എന്താന്ന് നോക്കാം. മോട്ടു, ജോലി ചെയ്യേണ്ട സമയമായി. മോട്ടു, ഓർക്കുക, ഞാനൊരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുകയാണ്. ഇനി റൊമാനിക്ക വില്ലേജിലെ എല്ലാ വ്യക്തികളെയും നശിപ്പിച്ചു കളഞ്ഞേക്ക്. യെസ് ക്യാപ്റ്റൻ ഗ്ലോഡിയസ്. എന്റെ അമ്മ, നന്നായിട്ടല്ലേ കഴിച്ചുകൊണ്ടിരുന്നത്? പെട്ടെന്ന് ഇത് എന്ത് പറ്റി? ഓളിക്കട്ടല്ല, ഈ മോട്ടോ എന്തിനാ അങ്ങനൊക്കെ ചെയ്യുന്ന? അവനെന്താ പറ്റിയതാ? അതെ മോട്ടോ, നിനക്ക് എന്താണ് പറ്റിയത്? നീ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? മോട്ടോനെ പിടിക്കാൻ പറ്റുന്നില്ല. എന്റെ അമ്മോ, മോട്ടോ, നിനക്ക് എന്തായി പറ്റിയത്? നീ എന്തിനാണ് ഓരോ ടേബിളും ചാടിക്കൊണ്ടിരിക്കുന്നത്? ഒന്നോട് നിന്നേ. അതേ മോട്ടോ, നീ എങ്ങോട്ടാണ് പോകുന്നത്? അവിടെ നിൽക്ക്. മോട്ടോ, ചേട്ടാ, എന്റെ
ചങ്കേന്റെ ബ്രോ, മോട്ടുവിനെ ശരിയാക്കാൻ നീ സൂപ്പർ ഹീറോ ആവേണ്ട സമയമായി. അതെ, വേഗം എന്നാ ഈ വാച്ച് കെട്ടിക്കോ. എന്നിട്ട് ഈ ബട്ടൺ അമർത്തിയാൽ മതി. നീ അപ്പോൾ തന്നെ സൂപ്പർ ഹീറോ ആയിട്ട് മാറും. അതെ, ശരി താ. അയ്യോ, ഇത് മോട്ടുവല്ലേ? ഇത് മോട്ടുവല്ലേ? ഇയാൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെയൊക്കെ സമയം തീരാറായിരിക്കുന്നു. അയ്യോ, ഓടിക്കോ, 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 ഓടിക്കോ. നിങ്ങളുടെയൊക്കെ സമയം തീരേണ്ട സമയമായിരിക്കുന്നു. വേണ്ട വേണ്ട, വേണ്ട, ഞാൻ പറയുന്നത് കേക്ക്. ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. ഇത്തവണ ഗ്ലോറിയസ് അദ്ദേഹം വിചാരിച്ച് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നെന്റെ ആഗ്രഹം പൂർണ്ണമായിട്ട് നടന്നിരിക്കും. ഇത് കഴിഞ്ഞാൽ ഞാൻ ഏലിയൻ ഗോസ്റ്റ് പ്ലാനറ്റിൽ പോയിട്ട് മനസമാധാനത്തോടെ രാജ്യം ഭരിക്കും. പക്ഷേ ക്യാപ്റ്റൻ ക്ലോഡിയസ്, അവനും ആ ട്രീ ഓഫ് എനർജിയുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവനും പവർലെസ് ആയി മാറില്ലേ? ഒരിക്കലും ആവില്ല. അതുകൊണ്ടല്ലേ ഞാൻ അവനെ ഉപയോഗിക്കുന്നത്. ട്രീ ഓഫ് എനർജി ഈവിൾ മൈൻഡഡ് ഏലിയൻ ഗോസ്റ്റിന്റെ പവർ മാത്രമേ വലിച്ചെടുക്കുകയുള്ളൂ. ആ ട്രീ മനുഷ്യന്മാരുടെ പവറുകൾ വലിച്ചെടുക്കാറില്ല. മോട്ടുവിന് ഒരു നഷ്ടവും സംഭവിക്കില്ല ഇവിടെ. നമ്മുടെ പവറെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. എല്ലാരും വേഗം വരൂ. നമുക്ക് ട്രീ ഓഫ് എനർജിയുടെ താഴെ പോയി നിൽക്കണം. എത്രയും പെട്ടെന്ന് വരൂ. നമ്മൾ നമ്മളെ മാത്രമല്ല, ഈ ട്രീനെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മോട്ടു എന്റെ സുഹൃത്തെ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മരത്തിനടിയിൽ പോയി നിൽക്കൂ. വേഗം വേഗം എല്ലാവരും ട്രീയുടെ അടുത്തേക്ക് വരൂ. നമ്മൾ നമ്മളെ മാത്രമല്ല, ഈ ട്രീനെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. മോട്ടു എന്റെ സുഹൃത്തെ, മോട്ടു മോട്ടു
എന്റെ സുഹൃത്തെ, നിനക്കൊന്നും സംഭവിക്കില്ല, പേടിക്കണ്ട. നീ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്ക്. ഞാൻ എത്രയും പെട്ടെന്ന് പോയിട്ട് വരാം. താങ്ക് യു. ഇന്ന് ഞങ്ങൾ എല്ലാരെയും നിങ്ങൾ ഇതിൽ നിന്നും രക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത് എനിക്ക് ഒന്നും തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എന്റെ സുഹൃത്തിന് എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്കെങ്കിലും അറിയാവോ? മോട്ടു ക്യാപ്റ്റൻ ക്ലോഡിയസിന്റെ കൺട്രോളിലാണ് ഉള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഏലിയൻ ഗോസ്റ്റ് ആണ്. ഞാൻ ഏലിയൻ ഗോസ്റ്റ് പ്ലാനറ്റിന്റെ സുപ്രീം ലീഡറാണ്. എന്റെ പേര് വാൾട്ടർ. ക്ലോഡിയസ് ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളുടെ പ്ലാനറ്റിനെ ആക്രമിച്ച് ഞങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. വേറെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ട്രീ ഓഫ് എനർജിയുടെ കാരണം ഞങ്ങൾ ഇന്ന് വരെ രക്ഷപ്പെട്ടിരിക്കുക. അല്ലെങ്കിൽ അയാൾ ഞങ്ങളെ എപ്പോഴേ കൊന്നു തീർത്താന്. അയാൾ ഈ മരത്തിന്റെ അടുത്ത് എവിടെങ്കിലും എത്തിയാൽ അയാളുടെ പവർ ഈ ട്രീ അങ്ങോട്ട് വലിച്ചെടുക്കും. നിങ്ങൾക്ക് ഈ മരത്തിനെ ചെറുതാക്കാൻ പറ്റുമോ? ആ, മാറ്റാൻ സാധിക്കുമല്ലോ. ഇതാ, ഇത് പിടിച്ചോളൂ. ഇനി ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്ലാനറ്റ് രക്ഷിക്കൂ. ഈ ഐഡിയ വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇതിങ്ങനെ കയ്യിലെടുത്തോണ്ട് എവിടെ വേണമെങ്കിലും പോവാലോ സുരക്ഷിതമായിട്ട്. മോട്ടോവിനെ കൺട്രോൾ ചെയ്യുന്നത് ക്ലോഡിയസ് ആണെങ്കിൽ ക്ലോഡിയസ് ചിലപ്പോൾ മോട്ടോവിനെ കൊണ്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്യിക്കും. അതിനുള്ള സാധ്യത ഉണ്ട്. അതിനും സാധ്യതയുണ്ട്. നാളെ ഞങ്ങൾ വിന്റർ പാലസിലേക്ക് പോവാണ്. ശരി, ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്ന് നിങ്ങളെ കണ്ടോളാം. നിങ്ങൾ ഈ ട്രീ വെച്ചോളൂ. ഞാൻ എന്റെ സുഹൃത്തിനെ കൊണ്ട് പോവാണ്. ഇനി അദ്ദേഹം കുറച്ച് വിശ്രമിക്കണം. വാ മോട്ടു, ഞാൻ നിന്നെ കൊണ്ടുപോവാം. നമ്മുടെ പത്ലു എന്താ കാണാത്തത്? ഒരുപാട് നേരമല്ലോ പോയിട്ട്. മോട്ടു, നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ എവിടെയോ പത്ലു, നമ്മുടെ മോട്ടിന് എന്താ സംഭവിച്ചത്? ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. ഇപ്പൊ ശരിയായിക്കോളും മോട്ടോ. പൊളിച്ചെടുത്തല്ലോ, ഇവനെ പെട്ടെന്ന് ശരിയായല്ലോ. ചേട്ടാ, നിങ്ങൾ എങ്ങനെ എവിടെ വന്നത്? അയ്യോ, അതാണ് ഇപ്പൊ ചോദിക്കേണ്ട ചോദ്യം. അയ്യോ, എനിക്കും ഒരു പിടിയില്ല ഞാൻ ഇവിടെ എങ്ങനെ എത്തിയെന്ന്. ഫുർഫുറി നഗറിൽ ഞാൻ ചായ ഉണ്ടാക്കുകയായിരുന്നു, സമോസ ഉണ്ടാക്കുകയായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് നോക്കിയപ്പോ ഞാൻ ഇവിടെയാണ്. ചേട്ടാ, എന്റെ ചങ്കേന്റെ ബ്രോ, ഇതെങ്ങനെ സംഭവിച്ചു? ഇതെല്ലാം ക്ലോഡിയസിന്റെ പണിയാണ്. അയാൾ മോട്ടുവിനെ അയാളുടെ കൺട്രോളിലാണ് ഇപ്പൊ വെച്ചിരിക്കുന്നത്. അയ്യോ, അയാൾ ഞാനോട് യാതൊരു കാര്യമില്ല. എന്നെ എന്റെ നാട്ടിലേക്ക് വിട്ടേക്ക്, ഞാൻ അവിടെ പോക്കോളാം. എനിക്ക് ഇവിടെ നിങ്ങൾ വിഷമിക്കണ്ട, ഞങ്ങൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചിരിക്കും. അതുവരെ നിങ്ങൾ കട നോക്കിക്കോളൂ. മോട്ടുവിന് എന്നും സമോസകൾ ആവശ്യമുള്ളതാണ്. സമൂസേ സമൂസേ. കൊള്ളാം, എന്ത് മനോഹരമായ പാലസ് ആണിത്. അതെ, ശരിയാണ്. ഇതാണ് ഏറ്റവും വലിയ വിന്റർ പാലസ്. അതെ, വലുതാണല്ലേ, അതിശയം തന്നെ. വെരി നൈസ്. വാ 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 വാ. ഞാനുണ്ട്. ഓ ഓ ഓ. മോട്ടു, ഇത് കയ്യിൽ
എന്തിനാ എനിക്ക് കെട്ടിത്തരുന്നത്? ചേട്ടാ എന്റെ ചങ്കയുണ്ട് ബ്രോ. ഒരു പക്ഷെ ആവശ്യം വന്നാൽ ആ ബട്ടൺ അമർത്തി നീ അപ്പോൾ തന്നെ സൂപ്പർ ഹീറോ ആയിട്ട് മാറാ. അതെ, എങ്കിൽ ശരി. പത്തിലു, നീ മോട്ടുവിനെ ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് വിളിച്ചോണ്ട് വരൂ. ഞങ്ങളും അവിടെ വന്ന് നിങ്ങളെ കണ്ടോളാം. അവിടെ വന്ന് നമുക്ക് മോട്ടുവിനെ വിളിച്ചോണ്ട് പോകാം. എന്നിട്ട് അവനെ ക്ലോഡിയസിന്റെ കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാം. ചേട്ടാ എന്ത് സുന്ദരമായ പാലസ്. ഇതിനു മുന്നേ ഞാൻ ഇത്ര സുന്ദരമായ പാലസിനെ കണ്ടിട്ടേ ഇല്ലല്ലോ. എന്റെ അമ്മോ, ഇത് കാണാൻ മനോഹരമായ ഒരു പാലസ് തന്നെ. വാൾട്ടർ ഇവിടെ എവിടെയോ ഉണ്ട്. എനിക്ക് അവനെ ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. നോക്കൂ കൂട്ടുകാരെ, ആ വാൾട്ടർ അവിടെ നിൽക്കുന്ന കണ്ടോ? നമുക്ക് വാൾട്ടറിനെ തന്നെ ആദ്യം പിടിക്കേണ്ടതായിട്ടുണ്ട്. അയ്യോ മോട്ടു, നമ്മുടെ മോട്ടു എവിടെ? മോട്ടു, ഓർക്കുക, നീ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. മോട്ടു, ദാ നോക്ക്, നിന്റെ പുറകിൽ ഒരു കഥവുണ്ട്. അവിടെ വാൾട്ടർ ഒളിച്ചു നിപ്പുണ്ട്. അയാളെ പിടിച്ചുകൊണ്ട് എന്റെ അടുത്ത് കൊണ്ടുപോവാ. മോട്ടോ, മോട്ടോ എന്താ പറ്റിയത്? മോട്ടോ എന്താ പറ്റിയത്? മോട്ടോ! ചേട്ടാ മോട്ടു എന്റെ ചങ്കയുണ്ട് ബ്രോ. അവന് വേഗം നീ സൂപ്പർ പവർ കൊടുക്കണം, അല്ലെങ്കിൽ അവൻ ക്ലോഡിയസിന്റെ കൺട്രോൾ ആയി പോകും. ഞാനതിനൊരിക്കലും സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും ആ ഗാഡ്ജറ്റിന്റെ ബട്ടൺ പ്രസ് ചെയ്യൂ വേഗം. എന്റെ അമ്മോ, എന്താ സംഭവിച്ചത്? മോട്ടു ഇപ്പൊ സൂപ്പർ ഹീറോ ആയി കഴിഞ്ഞു. ഇനി ക്ലോഡിയസിനെ കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. മോട്ടു, catch Walter, catch Walter. It is Captain Claudius's command. It is Captain Claudius's command. Okay, Captain Claudius. Hush! മോട്ടോ നിക്ക്. മോട്ടോ! എല്ലാരും ഓടിക്കോളൂ. മോട്ടോ, ഇത് ഞാനാ. എന്റെ അമ്മോ, മോട്ടു വീണ്ടും ക്ലോഡിയസിന്റെ കൺട്രോളിലേക്ക് പോയിരിക്കുകയാണ്. വരൂ, നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. Yes, Walter. നമുക്ക് ഓടി എല്ലാവരും രക്ഷപ്പെടാൻ വരൂ. പറ്റൂ. നിൽക്കൂ. Hush! അതെ ചേട്ടാ, നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. മോട്ടോ ഇപ്പൊ മുഴുവനും ക്ലോഡിയസിന്റെ കൺട്രോളിലാണ്. അതെ, വേഗം പത്ലു. വെരി ഗുഡ്. വെരി ഗുഡ്. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് പോകണം. വരൂ, നമുക്ക് ട്രീനെ സംരക്ഷിക്കണം. വരൂ. നിൽക്കൂ. മോട്ടോ!
വിടൂ, എന്നെ വിടൂ, എന്നെ പുറത്തേക്ക് പോകാൻ അനുവദിക്കൂ. മോട്ടു, നീ ഇത് എന്താ ചെയ്യുന്നത്? സ്വയം നിയന്ത്രിക്കാൻ നോക്ക്. എന്നെ വിടൂ, വിടൂ. ഇല്ല, വിടൂ എന്ന് പറയുമ്പോ വിട്ടേക്കൂ. ഇല്ല മോട്ടു. Motu, use my alien power. മോട്ടു. നിന്റെ സമനില തെറ്റിരിക്കാം മോട്ടു. മോട്ടു. അത് അങ്ങോട്ട് നോക്കൂ. അവിടെ നോക്ക്. ഇത്ര നേരമായിട്ടും ഈ പത്രുവിനെ എവിടെ കാണുന്നില്ലല്ലോ. എങ്ങോട്ട് പോയവൻ? Stop in the name of law. Charge. എന്റെ അമ്മോ. ഇനി പത്ലൂന് നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വീണ്ടും നമ്മുടെ രൂപത്തിലേക്ക് മാറാം നമുക്ക്. ഇനി ഇവിടെ നിന്ന് അപകടമാണ്. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടുന്ന് പോണം. എവിടേക്കാണ് പോകുന്നത്? വാൾട്ടർ, മോട്ടു വന്നു കഴിഞ്ഞല്ലോ. എടോ, എവിടെയാ വിളിച്ചിരിക്കുന്നത്? പുറത്തേക്ക് വരാൻ. എന്റെ മുമ്പിലേക്ക് വരൂ. ഞാൻ വെറുതെ വിടൂല. എവിടെ പോയി ഒളിക്കുക? പുറത്തേക്ക് വരൂ. ദേ കണ്ടു. ഇനി നമ്മൾ എങ്ങോട്ട് ഓടിയിട്ടും കാര്യമില്ല. നമുക്ക് അവനെ നേർക്ക് നേരെ നേരിടേണ്ടി വരും. ഹലോ ഫ്രണ്ട്സ്, എല്ലാരും സുഖമല്ലേ? ആരാ അവര്? ഏലിയൻ കോസ്റ്റോ. വരൂ, എല്ലാവർക്കും ഓടാം. രക്ഷപ്പെട്ടോളൂ. ഏലിയൻ ഓടിക്കോളൂ. ഇപ്പൊ ഫ്ലോർ ക്ലിയർ ആയി. വരൂ. എവിടെ പോയി നിങ്ങള്? അയ്യോ, പെട്ടെന്ന് ചെയ്യ. ഇതിന് നമ്മൾ പവറും കൊടുക്കണം. വെറുതെ വിടൂല ഞാൻ. മോട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞു. ട്രീ ഇതുവരെ ആക്ടിവേറ്റ് ആയിട്ടേ ഇല്ല. നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ ആക്ടിവേറ്റ് ചെയ്യണം. രക്ഷപ്പെട്ടു. വോൾട്ടർ എവിടെ വരെ രക്ഷപ്പെടും? ക്ലോഡിയസിന്റെ ക്ലോസിൽ നിന്ന് രക്ഷപ്പെടാൻ അത്ര എളുപ്പമൊന്നുമല്ല. സറണ്ടർ ചെയ്തേക്ക്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് മരിച്ച് മോളിപ്പോയിരിക്കാം. അല്ലെങ്കിൽ ക്ലോഡിയസ്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ മുന്നോട്ടേക്ക് വാ. മുന്നോട്ടൊക്കെ വരാം. പക്ഷേ നിന്റെ ഈ മരം ചെറുതാക്കുന്ന ഐഡിയ ഉണ്ടല്ലോ, അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ ഐഡിയ തനിക്ക് ആരാണ് തന്നത്? ഇതിനു മുമ്പ് ഇമാതിരി ഐഡിയ ഒന്നും നിന്റെ തലയിൽ ഒരിക്കലും ഉദിച്ചില്ലല്ലോ. മോട്ടുവിന്റെ ദോസ്ത് പത്തുലു, ഇതപ്പൊ നിന്റെ ഐഡിയ ആയിരുന്നല്ലേ? അപ്പൊ നീ നിന്റെ കൂട്ടുകാരനെ എതിര് നിൽക്കുകയായിരുന്നല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ എന്റെ സുഹൃത്തിനെ എതിർത്ത് നിൽക്കുകയല്ല ചെയ്യുന്നത്. നിങ്ങളുടെ നിയന്ത്രണത്തിലുള്ള എന്റെ സുഹൃത്തിനെ ഞാൻ സഹായിക്കുകയാണ് ചെയ്തത്. സഹായിക്കുകയായിരുന്നോ? എങ്ങനെ സഹായിക്കും? ട്രീ ആക്റ്റീവ് ആയിട്ടില്ല. വോൾട്ടർ, ഇനി തനിക്ക് എന്നെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ താൻ എന്റെ പിടിയിൽ അകപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അവസാനം ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ച കാര്യം നേടിയിരിക്കുന്നു. ഇനി ഞാൻ നിന്നെ ബന്ധിതനാക്കി ഏലിയൻ ഗോസ്റ്റ് പ്ലാനറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും. നിങ്ങൾ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതുവരെ ട്രീ ആക്റ്റീവ് ആയിട്ടില്ല. ചെല്ല്, പെട്ടെന്ന് പോയി അവരെ ബന്ധിച്ചുകൊണ്ട് കൊണ്ടുപോയി ഇങ്ങോട്ട്. പെട്ടെന്ന് പിടിക്കാവന്മാരെ. ഇപ്പൊ റെഡിയാണ്.
Motu, help us. Pull us. Motu, help us, my order. Yes, Captain. മോട്ടു വേണ്ട മോട്ടു. മോട്ടു, പെട്ടെന്ന് ചെയ്യാം. Yes, നിങ്ങളുടെ കൽപ്പന പോലെ തന്നെ. മോട്ടു വേണ്ട മോട്ടു. I will come back. സുപ്രീമോ വോൾട്ടർ, എത്രയും പെട്ടെന്ന് ഈ മരം എടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പുറത്തേക്ക് ശരി ശരി, വേഗം വരൂ. വേണ്ട മോട്ടു. മോട്ടു നിക്ക്, മോട്ടു നിക്ക്. ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾക്ക് മോട്ടു. രക്ഷപ്പെടാനാവില്ല. വെറുതെ വിടൂല. മോട്ടു. ദേ കണ്ടില്ലേ മേളിലോ? ആ, നമ്മൾ ഈ ട്രീയുടെ അടുത്തിരിക്കുന്നത് വരെ മോട്ടുവിനെ കൊണ്ട് നമ്മളെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പൊ ഞാൻ അവന് കാണിച്ചു കൊടുക്കാം നമ്മുടെ ശക്തി എന്താണെന്നുള്ളത്. ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? മോട്ടു. മോട്ടു. ഞാൻ വരുന്നുണ്ട് മോട്ടു. എന്റെ അടുത്തേക്ക് വാ. പത്ലു. രക്ഷപ്പെട്ടു. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ മോട്ടൂണ് ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടേ ഇല്ലാട്ടാ. ആരായിരിക്കും വന്നത്? റൂം സർവീസ്, നിങ്ങളുടെ ലഞ്ച്. ഞങ്ങൾ എപ്പോഴാ അതിന് ചോദിച്ചത്? വോൾട്ടർ, നിങ്ങൾ ഇവിടെയോ? ഓട്ടോ, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയൂ. ക്ലോഡിയസ് എന്ന പേരിൽ നീ ആരെങ്കിലും കണ്ടുമുട്ടിയായിരുന്നോ? അവൻ തന്ന അഗ്രിമെന്റിൽ നീ വല്ലതും സൈൻ ചെയ്തായിരുന്നോ? കാരണം പെർമിഷൻ ഇല്ലാതെ ആരെയും അവന് കൺട്രോൾ ചെയ്യാനാവില്ല. കോൺട്രാക്ട്. സോറി, സമൂസ കഴിക്കാനുള്ള കൊതി കൊണ്ട് ഞാൻ അഗ്രിമെന്റിൽ ഒപ്പിട്ട് കൊടുത്തതായിരുന്നു. എനിക്കറിയില്ലായിരുന്നു ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ഇത്രയും ബുദ്ധിമുട്ട് സംഭവിക്കുമെന്നുള്ള കാര്യം. എന്നോട് ക്ഷമിക്കൂ. അതുകൊണ്ട് തന്നെ ചായ ഉണ്ടാക്കുന്ന ചേട്ടനും ഇവിടെ എങ്ങനെയാണ് എത്തിയതെന്ന് മനസ്സിലാവാത്തത്. ഇത് തീർച്ചയായിട്ടും ക്ലോഡിയസ് ആണ് ഒപ്പിച്ചത്. എങ്ങനെയെങ്കിലും എത്രയും പെട്ടെന്ന് ആ എഗ്രിമെന്റ് എന്റെ കയ്യിൽ എത്തിക്കാൻ നോക്കൂ. എന്നാലേ മോട്ടുവിനെ അവന്റെ കൺട്രോളിൽ നിന്നും പുറത്തു കൊണ്ടുവരാനാകൂ. പക്ഷേ എന്നെ കൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾക്ക് സഹായിക്കാനാവില്ല. എന്നെ കൊണ്ട് ക്ലോഡിയസിന്റെ സ്ഥലം കണ്ടുപിടിക്കാനാവില്ല. അത് നിങ്ങൾ വേണം കണ്ടെത്താൻ. ഓക്കേ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കേ. പക്ഷെ അഗ്രിമെന്റ് നമ്മളെ എവിടുന്ന് കൊണ്ടുവരാനാ? നമുക്ക് അറിയില്ലല്ലോ അവൻ എവിടെയാ താമസിക്കുന്നതെന്ന്. എന്റെ ഈ സ്പെഷ്യൽ പുതിയ കണ്ടുപിടുത്തം സൂപ്പർ നാച്ചുറൽ ഹെഡ്ഫോൺ എല്ലാവരും ഇട്ടോളൂ. ഇത് കുറെ വിധത്തിൽ നമുക്ക് ഹെൽപ്ഫുൾ ആകും. ഇത് ഇട്ടിട്ട് നമ്മൾ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ പവറിനെ ക്രോസ് ചെയ്തു പോയാൽ ആ സമയം ഇതിൽ നിന്നും സിഗ്നൽ വരും. ഇത് നിനക്ക് ലൊക്കേഷനും ശരിയായിട്ട് കാണിക്കും. ഇതിന്റെ ബാക്കി ഫീച്ചേഴ്സ് ഞാൻ ആവശ്യം വരുമ്പോ പറയാം. എങ്ങനെയുണ്ട്? പൊളിച്ചേ. ഇനിയല്ലേ രസം കണ്ടോളൂ. ഒരിക്കലാ എഗ്രിമെന്റിന്റെ കൈ കിട്ടിയ പിന്നെ ഞാൻ അവരെ ഇങ്ങനെയായിരിക്കും തല്ലുന്നത്. ഇതുപോലെ വീണ്ടും വീണ്ടും തല്ലും. ഇതുപോലെ തല്ലും. കണ്ടോളൂ, ഇങ്ങനെയാണ് തല്ലുക. നീ എന്തൊക്കെയാണ് ചെയ്യുന്നത്? അതെ, പിന്നൊരു കാര്യം. അടുത്ത പ്രാവശ്യം മോട്ടു
ക്ലോഡിയസിന്റെ കൺട്രോളിലേക്ക് പോയി ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ മോട്ടുവിനെ നമുക്ക് രക്ഷിക്കാനാവില്ല. മോട്ടുവിനെ ഞങ്ങൾ എന്നേക്കുമായി തീർക്കേണ്ടി വരും. സോറി, ഡോണ്ട് മൈൻഡ്. അതെ, എന്തു പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും? സോറി അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ കുറച്ച് എക്സൈറ്റ് ആയി പോയതാണ്. പത്ലു, ലെറ്റ്സ് ഗോ ഗെറ്റ് ദം. സുപ്രീമോ വോൾട്ടർ, നിങ്ങൾ അവരിൽ എല്ലാരെയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം നമുക്ക് വേഗം തന്നെ തീർക്കാം. പറ്റും, പക്ഷെ അവരെല്ലാരെയും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, അവരെല്ലാരും ട്രീ ഓഫ് എനർജിയുടെ അടുത്തേക്ക് വന്നില്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്റെ കയ്യിൽ ഒരു പ്ലാൻ ഉണ്ട്, കേക്കൂ. ആ ഷിപ്പിലാണുള്ളത്, ആ ഷിപ്പിലാണുള്ളത്. നമുക്ക് പോകാം. വരൂ. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ആ ഷിപ്പ്. ഇതിലാ ഗ്ലാഡിയസും പിന്നെ കോൺട്രാക്റ്റും ഉണ്ടാകും. വരൂ. പത്ലു, ഷിപ്പിൽ മുഴുവൻ ഗാർഡ്സ് ആണല്ലോ. ഐഡിയ. ഇങ്ങോട്ട് വാ, നീ കൂടെ വാ. വാ മോട്ടോ, നമുക്ക് ഈ മേഘങ്ങളിൽ ഒളിച്ചിരുന്ന് പോകാം. വരൂ. വേഗം ഒളിച്ചിരിക്കേ. പതിയെ പോവാം. ആരുമില്ല. അതായിരിക്കുന്നു അഗ്രിമെന്റ്. സൂക്ഷിച്ചു പോണം മോട്ടോ. വീഴല്ലേ മോട്ടോ. മോട്ടോ. എന്റെ പത്ലു, എന്ത് പറ്റി? വേദന സഹിക്കാൻ പറ്റുന്നില്ല പത്ലു. എടുത്തു മാറ്റ്, എടുത്തു മാറ്റ്. ഉറങ്ങിക്കൂ, ഉറങ്ങിക്കൂ ചക്കരക്കുട്ടൻ, ഉറങ്ങിക്കൂ, ഉറങ്ങിക്കൂ. പത്ലു, ഇതാണോ പേപ്പർ? ഇതിലാണ് പത്ലു അന്ന് ഞാൻ ഒപ്പിട്ടത്. അയ്യോ പ്രശ്നം. ഇതെല്ലാം സംസാരിക്കേണ്ട സമയം ഇതാണോ മോട്ടോ? ആരാ അവിടെ? ഓടിക്കോ, ഓടിക്കോ. നിക്ക് 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 അവിടെ. ഗാർഡ്സ്, പിടിക്കവരെ. ഒരു വാതിലടച്ചത് കൊണ്ട് മാത്രം നിനക്ക് മോട്ടു പത്ലു എന്ന് പറഞ്ഞ സൂപ്പർ ഹീറോസിനെ നിർത്താൻ പറ്റില്ല. ഓടിക്കോ, ഓടിക്കോ, പക്ഷെ എവിടെ വരെ ഓടും? ഇനി നമ്മുടെ കയ്യിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? ഇനിയിപ്പോ എന്താ ചെയ്യോ? ഐഡിയ.
ഒരിക്കലും വിടില്ല നിങ്ങളെ. ഫോക്കസ് ഫോക്കസ് ക്ലോഡിയസ്, ഷിപ്പ് എന്റെ അങ്ങോട്ട് പറക്കാൻ തുടങ്ങട്ടെ. നിങ്ങളെ എഗ്രിമെന്റ് തരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ മുഴുവൻ ഹീറോയിസം തകർന്നു പോകും. മോട്ടുവും പത്ലുവും സൂപ്പർ ഹീറോ ആയതിനു ശേഷം ബാക്കിയുള്ളവരൊക്കെ അവരുടെ മുൻപിൽ സീറോയാണ്. സീറോ അല്ല മോട്ടോ, സൂപ്പർ ഹീറോസിന്റെ മുമ്പിലുള്ള സൂപ്പർ സീറോസ്. അല്ല അല്ല, നിങ്ങളിപ്പോ ഇതെന്താ ചെയ്യണം? നിക്ക് നിക്ക് നിക്ക്. അയ്യോ അയ്യോ, മുഴുവൻ പുകയാണല്ലോ. ഓഹോ, നിക്കവിടെ, ഇവരെ കൊല്ല്, ഇവരെ കൊല്ല്, അടിക്ക്, അടിച്ചോടിക്ക്, ഇവരെ കൊല്ല്. വലിയേട്ടാ, എവിടെയാ ഉള്ളത്? ഞങ്ങൾ അഗ്രിമെന്റും കൊണ്ട് വരികയാണ്. വരൂ. ചേട്ടാ, എന്റെ മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, വേഗം വാ വേഗം വാ. പിന്നെ ഒരു കാര്യം, ഹെഡ്ഫോൺ മാത്രം എന്ത് സംഭവിച്ചാലും അഴിക്കല്ലേ. ഇനി ഹെഡ്ഫോണിന്റെ ആവശ്യമില്ലെന്നേ. പക്ഷേ ഹെഡ്ഫോൺസിൽ മറ്റൊരു സ്പെഷ്യാലിറ്റിയും ഉണ്ട്. എത്ര വലിയ സൂപ്പർ നാച്ചുറൽ പവറിന്റെ കമന്റ് ആയാലും മോട്ടുവിനെ കൊണ്ട് കേൾക്കാനാവില്ല. അതെ. ഓ, അതുകൊണ്ടാണോ എനിക്ക് ഗ്ലോഡിയസിന്റെ ഒരു കമാൻഡും ഇതുവരെ കേൾക്കാതിരുന്നത്? പൊളിച്ചു വലിയേട്ടാ. See you soon. ആ എഗ്രിമെന്റ് വോൾട്ടറിന്റെ കയ്യിൽ ഒരിക്കലും എത്താൻ പാടില്ല. അവന് മാത്രമേ അത് നശിപ്പിക്കാൻ സാധിക്കൂ. മോട്ടു, ഐ കമാൻഡ് യു. പത്ലുവിന്റെ കയ്യിൽ നിന്ന് ആ എഗ്രിമെന്റ് വാങ്ങിച്ചോണ്ട് തിരിച്ചു വാ. മോട്ടു, മോട്ടു, ഐ കമാൻഡ് യു. മോട്ടു, നീ എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. യു ഹാവ് ടു ഒബേ മീ. മോട്ടു, പത്ലുവിന്റെ കയ്യിൽ നിന്ന് ആ എഗ്രിമെന്റ് വാങ്ങിച്ചോണ്ട് തിരിച്ചു വാ. ഇവൻ എന്താ എന്റെ കമാൻഡ് കേൾക്കാത്തത്? ഇല്ല, കാതിൽ അവരെന്തോ അടച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊന്നും അവന് കേൾക്കാൻ സാധിക്കില്ല. ചിലപ്പോ. ഞാനിപ്പോ നോക്കാം. നിങ്ങൾ പറയുക വാ. മോട്ടോ, നിന്റെ ഹെഡ്ഫോൺ അതാ പോയി. എന്റെ കൂടെ വാ. മോട്ടു, ഐ കമാൻഡ് യു. എഗ്രിമെന്റ് എടുത്തോണ്ട് തിരിച്ചു വാ. Yes, Captain Gladius. Yes. Hey. വേണ്ട. No. എന്താ ചെയ്യുന്നേ? മോട്ടു, നീ എന്തിനാണ് അഗ്രിമെന്റ് എടുത്തോണ്ട് പോയത്? മോട്ടു, മോട്ടു, അഗ്രിമെന്റ് തിരിച്ചതാ. ഇവിടെ എന്താ നടക്കുന്നത് നിനക്ക് മനസ്സിലാവാത്തതുകൊണ്ടാ. മോട്ടു, തിരിച്ചതാ. അഗ്രിമെന്റ് തിരിച്ചതാ. എഗ്രിമെന്റ് എനിക്ക് താ. ഇവർ രണ്ടുപേരും ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരുന്ന രണ്ടുപേരുടെയും കഥ തീരുമെന്നാ തോന്നുന്നത്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എറീറ്റോ, ഗോ. ഇല്ല, ഞാൻ നിന്നെ കൊന്നുകളയും. നോക്കിക്കോ. പത്ലു, പുഷ്. മോട്ടു,
അല്ല പത്ലു, എന്താ സംഭവിക്കുന്നത്? പെട്ടെന്ന് കുറച്ച് സമയത്തേക്ക് ഞാൻ ബ്ലാങ്ക് ആയി പോയി. നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവാത്തത് നന്നായി. എത്രയും പെട്ടെന്ന് എന്റെ കൂടെ വാ, നമുക്ക് റൊമാനിക്കോ വില്ലേജിലേക്ക് പോകണം. പത്തലോ, വില്ലേജിന്റെ ഭാഗത്തേക്ക് എന്തിനാ പോകുന്നേ? ഹോട്ടലിലേക്ക് പോകൂ. സുപ്രീമോ വാൾട്ടർ ട്രീ ഓഫ് എനർജി എടുത്തുകൊണ്ട് നിങ്ങളുടെ ഹോട്ടലിന്റെ ടെറസിന്റെ മുകളിൽ നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. ഞങ്ങൾക്കിനി തിരിച്ചു പോകാൻ പറ്റില്ല. അവർ ഞങ്ങളെ ഇപ്പോ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. അവര് നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ട് വില്ലേജിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കൊന്നുകളയും. പ്ലീസ് എത്രയും പെട്ടെന്ന് വില്ലേജ് റൊമാനിക്കോയിലേക്ക് പോകണം. നിങ്ങൾ എവിടെയെങ്കിലും ഒളിച്ചിരിക്കേ, എന്നിട്ട് വാൾട്ടറിനെ എത്രയും പെട്ടെന്ന് വിളിക്കേ. വാൾട്ടർ, വില്ലേജിലേക്ക് വാ, എത്രയും പെട്ടെന്ന്. ഗോൾഡൻ ചാൻസ്. ട്രീ ഓഫ് എനർജി വാൾട്ടറിന്റെ കയ്യിൽ സിറ്റിക്കകത്ത് തന്നെ ഉണ്ട്. വാൾട്ടർ വരുന്നതിന് മുമ്പ് റൊമാനിക്ക വില്ലേജിലെ ഓരോ ഏലിയൻ ഗോസ്റ്റിനെയും ഒരുമിച്ച് തന്നെ തീർത്തു കളഞ്ഞേക്ക്. പിന്നെ വാൾട്ടർ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്ന് എനിക്കൊന്ന് കാണണം. പ്രിയപ്പെട്ട ജനങ്ങളെ, വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടോളൂ. ഗ്ലോഡിയസും അവന്റെ കൂട്ടരും ഏത് നിമിഷവും ഇവിടെ എത്തിപ്പെടാവുന്നതാണ്. എത്തിപ്പെടാമെന്നല്ല, എത്തിപ്പെട്ടിരിക്കുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും നിങ്ങൾ? ഇപ്പൊ ട്രീ ഓഫ് എനർജിയുമില്ല, വാൾട്ടറുമില്ല. ഞാൻ ഇവിടെ തന്നെ ഉണ്ട് ക്ലോഡിയസ്. ഇന്നത്തോടെ നിന്റെ കഥ ഞാൻ തീർത്തു തരാം. ഈ റേസ് ഇതെങ്ങനെയാ സംഭവിച്ചേ? എന്താ ഈ ട്രീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലോ ക്ലോഡിയസ്, പക്ഷേ അല്പം വൈകിപ്പോയെന്ന് തോന്നുന്നു. നിങ്ങൾ ചതിച്ചു. നിങ്ങൾ ശരിക്കും ഞങ്ങളെ ചതിച്ചിരിക്കുന്നു. ഇനി ഞാൻ നിന്നെ ഒരിക്കലും രക്ഷപ്പെടുത്തില്ല. ഞാനിപ്പോൾ ട്രീ ഓഫ് എനർജിയുടെ താഴെയാണ് നിൽക്കുന്നത്. നിനക്കെന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലടാ. മോട്ടു ഈ ട്രീയുടെ താഴെ നിൽക്കുന്നത് വരെ നിന്റെ പവറുകള് അവനെ ബാധിക്കത്തേ ഇല്ല. മോട്ടു ഇപ്പോ കംപ്ലീറ്റ്ലി സേഫ് ആണ്. ക്യാപ്റ്റൻ ക്ലോഡിയസ്, ഒന്ന് രക്ഷപ്പെടുത്തോ. ഇപ്പൊ എന്താ, നിങ്ങൾക്ക് ശക്തിയൊന്നുമില്ല. നിങ്ങളെ വിശ്വസിച്ചല്ലേ ഞങ്ങള് വന്നത്. ഞാൻ ഇത്രയും പെട്ടെന്ന് തോൽവി സമ്മതിക്കാൻ പോണില്ല. ഇപ്പൊ ഞാൻ ഇത് എവിടെയാ വന്ന് പെട്ടിരിക്കുന്നത്? ആരുമില്ല ഇവിടെ. ഇവിടുത്തെ ആൾക്കാരൊക്കെ എവിടെ പോയി? ഈ ലൈറ്റുള്ള ട്രീ എവിടുന്ന് വന്നു ഇപ്പോ? അല്ല, ഇത് ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? എന്റെ ദൈവമേ, എന്താണല്ലോ ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ. നല്ല മണം. സമൂസേ, സമൂസേ. നല്ല രസമുണ്ട്. രക്ഷപ്പെടുത്തു ഞങ്ങളെ. ഐ കമാൻഡ് യു, രക്ഷപ്പെടുത്തു ഞങ്ങളെ. യെസ് ക്യാപ്റ്റൻ ഗ്ലോഡിയസ്.
എനിക്ക് നല്ല തലവേദനയുണ്ട്. മോട്ടു എവിടെയാ? മോട്ടു മോട്ടു അങ്ങനെ ചെയ്യരുത്. മോട്ടു അങ്ങനെ ചെയ്യരുത്. മോട്ടു പ്ലീസ് മോട്ടു, അത് വിട്ടേക്ക്. മോട്ടു എന്നെ വിടൂ, എന്നെ വിടാൻ. മോട്ടു 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 എന്നെ ഒന്നും ചെയ്യല്ലേ പ്ലീസ്. മോട്ടു നമ്മളെ രക്ഷപ്പെടുത്ത, നമ്മളെ രക്ഷപ്പെടുത്ത. മോട്ടു രക്ഷപ്പെടുത്ത, ഞങ്ങളെ രക്ഷപ്പെടുത്ത, രക്ഷപ്പെടുത്ത. ചിറകുകളില്ലാതെ പറന്നു പോകുന്നു. വിഷമങ്ങളുള്ളപ്പോ കൂടെ ഉണ്ടാവും. കൈ പിടിച്ചുകൊണ്ട് എല്ലായിടത്തും ഞാനില്ലാതെ പോകാറില്ല. മോട്ടുവിന്റെയും പത്തലുവിന്റെയും ജോഡി. പത്തലുവിന്റെയും ജോഡി. മോട്ടു ഇല്ല, ഇല്ല, ഇല്ല. Motu, I command you. 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 Happy, happy, happy birthday, Motu. Cheers. ഇത് സാഡ് സോങ് അല്ലല്ലോ, ഹാപ്പി സോങ് അല്ലേ? മോട്ടു തിരിച്ചു വന്നേക്ക്. Listen to me, Motu. ഇത്രയും നേരം നിങ്ങളുടെ കമാൻഡ് കേട്ടതുപോലെ ക്യാപ്റ്റൻ ക്ലോഡിയസ്. പക്ഷേ കൂട്ടുകെട്ടിൽ സംഭവിക്കുന്ന കമാൻഡ് അതിനെ ആർക്കും തോൽപ്പിക്കുവാനാവില്ല.
ബൈ ബൈ വേണ്ട. അല്ല ഞാൻ മറന്നുപോയല്ലോ. മോട്ടു, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അത് പിന്നെ ഒരു ജോലി ബാക്കിയുണ്ടായിരുന്നു. ഓഹോ, ഇനി എന്ത് ജോലിയാ ബാക്കിയുള്ളത്? പെട്ടെന്ന് ചെയ്യ ആ ജോലി, എന്നിട്ട് പെട്ടെന്ന് ഞങ്ങളെ ഇവിടുന്ന് അങ്ങോട്ട് പുറത്തിറക്ക്. ആട്ടെ, എന്ത് ജോലിയായിരുന്നു ബാക്കിയുള്ളത്? വില്ലന്റെ കരണക്കുറ്റിക്ക് ഞാനൊന്ന് പൊട്ടി. എന്ത്? ഇനി നിങ്ങൾക്ക് പോകാം കേട്ടോ. ബൈ ബൈ. ഇതെന്താ മോട്ടു പറയണേ? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല. അയ്യോ, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ എന്നോട് ചെയ്യരുത്. എങ്ങനെയുണ്ട് ബോഡി? മോട്ടോ, എന്റെ പൊന്നു മോട്ടോ, എന്റെ പത്തില് മോട്ടു, നീ ശരിക്കും ഇന്നെന്റെ മാനം കാത്തിരിക്കുകയാണ്, അറിയാവോ നിനക്ക്? ഈ ലോകത്തിൽ എത്ര വലിയ സൂപ്പർ നാച്ചുറൽ പവർ ആയാലും അതിന് മോട്ടു പത്ലുവിന്റെ കൂട്ടുകെട്ടിനെ ഒന്നും ചെയ്യുവാൻ പറ്റില്ല. വോൾട്ടർ, എന്നോട് ക്ഷമിക്കണം, ഇത് സത്യമാ. എനിക്കും നിങ്ങൾക്കും ഇനി യാതൊരു പിണക്കവുമില്ല. ഞങ്ങൾ ഇനി പോവുകയാണ്. ക്ലോഡിയസ്, നിൽക്ക്. ഇപ്പൊ നിങ്ങൾ ഞങ്ങളോടൊപ്പം ഏലിയൻ പ്ലാനറ്റിലേക്ക് വരേണ്ടി വരും. കാരണം നീ ഓൾറെഡി അതിനെ ആക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടെ ചെന്ന് ഞങ്ങളുടെ മുറയനുസരിച്ച് നിങ്ങൾക്ക് നല്ല ശിക്ഷ തരുന്നതാണ്. മോട്ടു പത്ലു, നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തത് വലിയൊരു ഉപകാരം തന്നെയാണ്. നിങ്ങൾ രണ്ടുപേരെ സഹായമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത് ചെയ്യാനേ സാധിക്കില്ലായിരുന്നു. ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു. ഞങ്ങൾ വരുന്നില്ല, ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങളില്ല. വരൂ. ഇപ്പൊ എല്ലാവരുടെ പ്രോബ്ലം സോൾവ് ആയോ? ഇനിയിപ്പൊ എനിക്ക് തിരിച്ചു പോകാമല്ലോ അല്ലേ? എന്റെ ചേട്ടാ, നമുക്കൊക്കെ ഒരുമിച്ച് പോവാംന്നേ. പക്ഷെ അതിനു മുൻപ് വയറ് നിറച്ച് കൊറേ സമൂസ തരണം കേട്ടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.